Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും സ്കൂൾ പ്രവേശനം നേടാത്ത കുട്ടികളെ അടിയന്തരമായി സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ നടത്തുന്ന ഇടപെടൽ ഫലം കാണുന്നു. സ്കൂൾ പ്രവേശനം നേടുകയും നിരന്തരമായി സ്കൂളിൽ വരാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന തിരികെ പദ്ധതിയാണ് ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുന്നത്. നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 150-ലധികം കുട്ടികളാണ് നിലവിൽ സ്കൂളിൽ എത്താത്തത്. ഈ കുട്ടികളെ സ്കൂളിൽ തിരികെ എത്തിക്കുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, ITDP, കേരള മഹിളാ സമാഖ്യ, ജനമൈത്രി എക്സൈസ്, വനം വകുപ്പ്, ജനമൈത്രി പോലീസ്, അധ്യാപക രക്ഷാകർതൃ സമിതികൾ എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നത്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിവിധ ഏജൻസികളിലൂടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഈ മാസം 23-ന് മുൻപ് എല്ലാ കുട്ടികളെയും സ്കൂളുകളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. വിവിധ ഏജൻസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഘങ്ങൾ ഗോത്രവിഭാഗ നഗറുകൾ ഉൾപ്പെടെ സന്ദർശനം ആരംഭിച്ചു. പോത്തുകൽ പഞ്ചായത്തിൽ സേവാസ് പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികളെ തിരികെ സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. പോത്തുകല്ലിൽ സ്കൂളിലെത്താത്ത 44 കുട്ടികളിൽ 34 കുട്ടികളെ വിവിധ സംഘങ്ങളായി സന്ദർശിച്ചു. കുമ്പളപ്പാറ, തരിപ്പപ്പൊട്ടി, വാണിയംപുഴ നഗറുകളിലെ ഗൃഹസന്ദർശനത്തിന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MA തോമസ്, തങ്കകൃഷ്ണൻ, റുബീന കിണറ്റിങ്ങൽ, നിലമ്പൂർ BPC മനോജ് കുമാർ, നിലമ്പൂർ AEO K പ്രേമാനന്ദ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് PP സുഗതൻ, BRC ട്രെയിനർ TP രമ്യ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സബിത് ജോൺ, എക്സൈസ് ഓഫീസർമാരായ P പ്രമോദ് ദാസ്, C സുഭാഷ്, K പ്രദീപ് കുമാർ, P രാകേഷ് ചന്ദ്രൻ, കേരള മഹിളാ സമാഖ്യ സൊസൈറ്റി കോർഡിനേറ്റർമാരായ സരിത, അജിത മണി, ITDP ഉദ്യോഗസ്ഥരായ പ്രണവ് കോയിക്കൽ, നിതിൻ മോഹൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുമ്പളപ്പാറയിലെ 6 കുട്ടികളെ ഹോസ്റ്റലിലെത്തിച്ചു. അടുത്ത ദിവസം തന്നെ മറ്റു കുട്ടികളെയും ഹോസ്റ്റലിൽ എത്തിക്കാമെന്ന് കുമ്പളപ്പാറ നഗർ മൂപ്പത്തി മാതി ഉറപ്പു നൽകി. ഈസ്റ്റ് ലൈവ്, എടക്കര.